ഈ ദൃശ്യം സിനിമയിലെ സൂപ്പർ ക്ലൈമാക്സ് പോലെ ആ കുഴിയെടുക്കുമ്പോൾ ആദ്യം മൃതദേഹം ഉണ്ടാവുമോ? അങ്ങനെയും ചില സംശയങ്ങൾ പോലീസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നിരുന്നാലും പക്ഷേ ഈ കൊലപാതകം നടന്നു എന്നുള്ളത് ജയചന്ദ്രനെ സംബന്ധിച്ച സാഹചര്യത്തിൽ അത്തരമൊരു സംശയത്തിന് അടിസ്ഥാനമില്ല എന്നാണ് പോലീസും പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ പല ആംഗിളും പോലീസ് ഇതിന്റെ ഏതെല്ലാം സാധ്യതകളുണ്ട് അതൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവിടെയല്ല മറ്റൊരു സ്ഥലത്താണോ ഇനി കുഴിച്ചിട്ടത്, ഇവിടെ സാരി മാത്രമാണോ ഉപേക്ഷിച്ചത് എന്നുള്ളത്. സാരി കത്തിച്ച് നമുക്ക് നേരത്തെ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമായതാണ്. ആ സാരി ഈ മൃതദേഹം കിടന്നു എന്ന് പറയുന്ന ഭാഗത്ത് മുകളിലായി ഇത്തരത്തിലൊരു സാരി കത്തിച്ച നിലയിലുണ്ട്. ആ സാരി മാത്രമാണ് അവിടെ ഉള്ളത്. അതിനടിയിൽ മൃതദേഹമുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും പോലീസ് അല്പസമയത്തിനകം ഈ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി. ദിലീപ് നമ്മുടെ പോലീസ് സ്റ്റേഷനിലുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ജയചന്ദ്രനെ തെളിവെടുക്കാൻ വേണ്ടി അമ്പലപ്പുഴയിലെ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നമുക്കിപ്പം ദിലീപ് കൂടി ചേരുന്നുണ്ട്. ദിലീപ് ഇപ്പോൾ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ്. ദിലീപ്, 2-3 ചോദ്യങ്ങൾ. ഒന്ന്, ഈ ജയചന്ദ്രന് വിജയലക്ഷ്മിയുമായി എത്ര നാളത്തെ പരിചയമുണ്ട്? വിജയലക്ഷ്മിക്ക് മറ്റൊരു ആൺ സുഹൃത്തു കൂടി ഉള്ളതായി പറയപ്പെടുന്നു. അവർ തമ്മിൽ ഇതിന്റെ പേരിൽ വാക്കേറ്റമുണ്ടായി അതാണോ ഈ കൊലപാതകത്തിൽ കലാശിച്ചത്? ഈ ജയചന്ദ്രന്റെ ഭാര്യയ്ക്ക് ഇതൊന്നും അറിയാമായിരുന്നില്ലെന്ന് തോന്നുന്നു, അല്ലേ? ഡോക്ടർ അരുൺകുമാർ, പോലീസ് പറയുന്നത് സിനിമയിൽ തന്നെ, അതായത് ദൃശ്യം സിനിമയുടെ കഥ തന്നെയാണ് പോലീസ് പറയുന്നത്. കേവലം ഒരു 4ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയല്ല ജോർജ് കുട്ടിക്ക് എന്ന് സിനിമയിൽ പറയുന്നുണ്ടെങ്കിൽ ഒരു മത്സ്യത്തൊഴിലാളിയുടെ ക്രിമിനൽ ബുദ്ധിയാണ് ഇവിടെ പറയുന്നത്. അതായത് 6-ാം തീയതി രാത്രിയാണ് ഈ വിജയലക്ഷ്മിയെയും കൂട്ടി ജയചന്ദ്രൻ അമ്പലപ്പുഴയിലേക്ക് പോകുന്നത്. അന്ന് രാത്രി ഇരുവരും സംസാരിച്ചിരിക്കുന്നു. പിന്നീട് രാത്രി ജയലക്ഷ്മിയുടെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. മറ്റൊരു ആൺ സുഹൃത്ത്, നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ മറ്റൊരു ആൺ സുഹൃത്ത് വിളിക്കുകയുണ്ടായി. ഇത് ജയചന്ദ്രനെ ചൊടിപ്പിക്കുകയുണ്ടായി. പിന്നീട് നടന്ന വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ ജയലക്ഷ്മി കുറച്ച് ആരോഗ്യമുള്ള സ്ത്രീയാണ്, ആരോഗ്യവതിയായ സ്ത്രീയാണ്. ഇവരെ പിടിച്ചു തള്ളിയപ്പോൾ തല വാതിൽക്കട്ടിലിടിച്ച് നിലത്ത് വീഴുന്നു. ശേഷം പ്ലെയർ എടുത്ത് അടിച്ചു കൊന്നു എന്നാണ് പോലീസിനോട് ജയചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ കേസ് വഴിത്തിരിച്ചു വിടുന്നതിന് വേണ്ടി ജയചന്ദ്രൻ ഒരു ബുദ്ധിയും പ്രയോഗിച്ചു. ഈ വിജയലക്ഷ്മിയുടെ ഫോൺ 7-ാം തീയതി കൊലപാതകം നടത്തിയതിന് ശേഷം ജയചന്ദ്രൻ KSRTC ബസ്സിൽ യാത്ര ചെയ്ത് എറണാകുളത്തെത്തുന്നു. അവിടെ നിന്ന് കണ്ണൂർ ബസ്സിലേക്ക് കയറിയിരുന്ന ഈ മൊബൈൽ ഫോൺ ഈ ബസ്സിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഈ ബസ്സിൽ നിന്ന് കിട്ടിയ ഫോൺ ഒരു യാത്രക്കാരൻ അവിടുത്തെ ഇൻസ്പെക്ടർക്ക് നൽകുന്നു, KSRTC ഉദ്യോഗസ്ഥൻ നൽകുന്നു. അദ്ദേഹം ഇത് അവിടെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് 13-ാം തീയതിയാണ് ഈ വിജയലക്ഷ്മിയെ കാണാനില്ല എന്നുള്ളൊരു പരാതി കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്നത്. പോലീസ് അന്വേഷിച്ചപ്പോൾ ആദ്യം നടത്തിയത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരുന്നു. അങ്ങനെയാണ് ഈ ഫോൺ എറണാകുളത്തെ KSRTC സ്റ്റാൻഡിലുണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നത്. അവിടേക്ക് എത്തുന്നു. അങ്ങനെ ഫോൺ പരിശോധിച്ചപ്പോൾ അവസാനത്തെ ഫോൺ കോൾ വന്നിരിക്കുന്നത് ജയചന്ദ്രൻ്റെ ഫോണായിരുന്നു. ജയചന്ദ്രൻ്റെ കോൾ വന്നതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ജയചന്ദ്രനുമായുള്ള ഇവരുടെ ബന്ധം പോലീസ് അന്വേഷിക്കുന്നത്. ഇവർ ദീർഘകാലത്തെ ബന്ധം സൂക്ഷിച്ച ആളുകളാണ്. ഈ ജയചന്ദ്രൻ്റെ ഭാര്യ വീട്ടിലില്ലാത്ത സാഹചര്യം നോക്കിയിട്ടാണ് ഈ വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഈ കൊലപാതകം നടത്തുകയും ചെയ്തു. ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഈ നേരത്തെ പറഞ്ഞ ആൺ സുഹൃത്തുമായുള്ള സൗഹൃദം ഈ ജയചന്ദ്രനെ ചൊടിപ്പിക്കുകയായിരുന്നു. പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ജയചന്ദ്രനെ അറസ്റ്റ് ചെയ്തപ്പോൾ, ജയചന്ദ്രനെ ചോദ്യം ചെയ്തപ്പോൾ കരുനാഗപ്പള്ളി പോലീസിനോട് ഇത് പറയാൻ മടിച്ചു. അതായത് താൻ ഇത്തരത്തിലുള്ളൊരു കൊലപാതകം നടത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഇദ്ദേഹം പറയുകയുണ്ടായി. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ വീഴുകയും ചെയ്തു. അവർ കണ്ണൂരേക്ക് പോയി എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതായത് വിജയലക്ഷ്മി കണ്ണൂരേക്ക് യാത്ര ചെയ്തു എന്ന് പറയുന്നു. ഈ ഫോൺ എവിടെ നിന്ന് കിട്ടി എന്നുള്ള കാര്യങ്ങളടക്കം KSRTCയിൽ എഴുതി വെച്ചിരുന്നു. കണ്ണൂരേക്കുള്ള ബസ്സിൽ നിന്ന് ലഭിച്ചു എന്ന് KSRTCയിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ എഴുതി വെച്ചിരുന്നു. ഇത് പോലീസിന് നൽകുകയും ചെയ്തു. അങ്ങനെ അതൊരു തെളിവായി കണ്ടുകൊണ്ട് കരുനാഗപ്പള്ളി പോലീസ് വീണ്ടും ചോദിച്ചു. അങ്ങനെ എല്ലാ തെളിവുകളും ജയചന്ദ്രന് എതിരായിരുന്നു. ആ കാര്യങ്ങൾ മൊഴിയിൽ പറയുമ്പോൾ എല്ലാം തന്നെ പരസ്പര വിരുദ്ധമായുള്ള കാര്യങ്ങൾ പറയുന്നു. ഈ കാര്യങ്ങൾ പോലീസിൻ്റെ കയ്യിൽ എല്ലാ തെളിവുകളും ലഭിച്ചിരുന്നു. ഫോൺ വിളിച്ചിരുന്നോ എന്നുള്ള ചോദിച്ചപ്പോൾ ഇല്ല എന്നു. അന്നേ ദിവസം വിജയലക്ഷ്മിയായി താൻ യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല, തനിക്ക് അറിയാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അന്നേ ദിവസം താനൊരു ബന്ധവും ഇവരുമായി പുലർത്തിയില്ല എന്ന് പറയുന്നു. ഈ ഫോൺ കോളിൽ അവസാനം വന്ന ഫോൺ കോൾ പരിശോധിച്ചു. ടവർ
ലൊക്കേഷൻ പരിശോധിച്ചു. ഈ ടവർ ലൊക്കേഷനിൽ അവസാനത്തെ ഈ ഫോൺ ഈ ജയചന്ദ്രൻ്റെ വീടിൻ്റെ സമീപത്തിൽ ടവർ ലൊക്കേഷനിൽ വരികയും ചെയ്തു. ഇതടക്കം വെച്ചുകൊണ്ടാണ് പോലീസ് ഈ ജയചന്ദ്രനെ ചോദ്യം ചെയ്തത്. അപ്പോൾ ജയചന്ദ്രൻ പലതരത്തിൽ പോലീസിനെ വട്ടം ചുറ്റിക്കുന്നതിന് വേണ്ടി ഈ കൊലപാതകവുമായി തനിക്ക് ബന്ധമില്ല എന്നുള്ള കാര്യങ്ങളടക്കം പറയുകയുണ്ടായി. പിന്നീട് എല്ലാ തെളിവുകളും ജയചന്ദ്രൻ്റെ മുന്നിൽ നിരത്തിയപ്പോഴാണ് ഒടുവിൽ ജയചന്ദ്രൻ ഈ കൊലപാതകം നടത്തിയ വിവരം പോലീസിനോട് പറയുന്നത്. അതും ഒരു ആൺ സുഹൃത്ത് അസമയത്ത് വിളിച്ചത് തനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുകയും കയ്യാങ്കളിയിലേക്ക് എത്തുകയും പിന്നീട് തലയടിച്ച് വീഴുകയും പ്ലെയർ കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയെന്നുമാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. കരുനാഗപ്പള്ളി പോലീസ് പ്രതിയെയും കൊണ്ട് ഇപ്പോൾ അമ്പലപ്പുഴയുള്ള വീട്ടിലേക്ക് തെളിവെടുപ്പിന് പോവുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അരുൺകുമാർ, ബാക്കിയുള്ള വിവരങ്ങൾ ശരത്ത് അവിടെ നിന്ന് പ്രേക്ഷകർക്ക് നൽകുന്നതാണ്.